കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi everyone. ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MSW 002 ആണ്. സോ നമ്മൾ MSW എടുത്താലും MSW കൗൺസിലിംഗ് എടുത്താലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ ആണ് എന്ത് MSW 002 എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്ക് ഇതിന്റെ മുൻകാല ചോദ്യ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു PYQ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ പ്രോപ്പർ ആയിട്ട് കുറച്ചുകൂടെ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറയുന്ന ഡിസംബറിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിന് വേണ്ടി നിങ്ങളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന PYQ റിലീസ് ചെയ്യുന്നത്. പാസ്റ്റ് എക്സാം ഡേറ്റാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, മാർക്ക് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇനിയിപ്പോ ഏതൊക്കെ ടോപ്പിക്സ്, ഏതൊക്കെ ബ്ലോക്സ്, ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സിലബസ് മാപ്പിംഗ് കാണും. ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള സിലബസിന്റെ ഒരു ഡിസെക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, അതിന്റെ വെയിറ്റേജ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളാണ് വരുന്നത്, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ലോങ് ആൻസേഴ്സ്, ഷോർട്ട് ആൻസേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നു. ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിക്കണം എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റിയും പ്രഡിക്ഷൻസും ആണ് ഡിസംബർ 2025 വരാൻ ചാൻസ് ഉള്ള, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോബിലിറ്റി ആൻഡ് ഓൾസോ എത്രത്തോളം വരാൻ ചാൻസ് ഉണ്ട്, അതിന്റെ പ്രഡിക്ഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതായത് ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന ഡിസംബർ 2025 എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ്, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു മോക്ക് ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഈ പറയുന്ന എങ്ങനെയാണ് ഈ പറയുന്ന നമ്മളുടെ PYQ അല്ലെങ്കിൽ ഗൈഡ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രീവിയസ് ഇയറിലെ മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്തിട്ടാണ് ബൈ ബ്ലോക്ക് ടോപ്പിക്സ് ആൻഡ് യൂണിറ്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾ ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ മാത്രം ഈ പറയുന്ന ഗൈഡിനെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു ഗൈഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് റെഫറൻസ് മാത്രമല്ല, ഒരു റോഡ് മാപ്പും കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ റിവിഷനെ കൊണ്ടുപോകാനും അതേപോലെ കോൺഫിഡന്റ് ആയിട്ട് ഡിസംബർ 2025 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാം ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗൈഡ് കൂടിയാണിത്. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം. സോ MSW 002 സിലബസ് മാപ്പിംഗ് നോക്കിയാൽ ബ്ലോക്ക് 1 എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 അങ്ങനെ പല യൂണിറ്റുകളും ടോപ്പിക്സും, അതിൽ ഓരോ യൂണിറ്റിലും എത്ര തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതിന്റെ അപ്പിയറൻസ് ആൻഡ് ഓൾസോ റെലവൻസ്. ഓക്കെ, അപ്പൊ ഇത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം റെലവെന്റ് ആണ്, എത്ര റെലവൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ അതിലെ ടോപ്പിക് ഇനിഷ്യേറ്റീവ്സ് ബൈ റൂളേഴ്സ് ആൻഡ് ഗവൺമെന്റ്സ്. ഓക്കെ, ഏൻഷ്യന്റ് മോഡേൺ,
ആ ഒരു ടോപ്പിക്ക് 11 ടൈംസ് വന്നിട്ടുണ്ട്. റെലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ സോഷ്യൽ റീഫോമേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അപ്പിയറൻസ് വരുന്നത് 10 ടൈംസ് ആണ്. 10 തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ ആണ്. ഓക്കെ, അഗെയിൻ ഹൈ ആണ്. പിന്നെ യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ റീഫോം പെസന്റ് ആൻഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പിന്നെ യൂണിറ്റ് 4ലെ ടോപ്പിക് റോൾ ഓഫ് NGOs ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 8 ടൈംസ് ആണ്. മീഡിയം ആണ് റെലവൻസ്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് യൂണിറ്റ് 1 എടുക്കുമ്പോൾ ഹിന്ദുയിസം ആൻഡ് സോഷ്യൽ വർക്ക് വാല്യൂസ് 9 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റെലവൻസ്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ഇസ്ലാം ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് 8 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. മീഡിയം ആണ് റെലവൻസ്. പിന്നെ യൂണിറ്റ് 3 സിക്കിസം ആൻഡ് ഹ്യൂമൻ സർവീസ് ഐഡിയൽ 6 ടൈംസ് ആണ്. മീഡിയം ആണ് റെലവൻസ്. യൂണിറ്റ് 4 ജൈനിസം ആൻഡ് എത്തിക്കൽ പ്രാക്ടീസ് 7 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. മീഡിയം ആണ് റെലവൻസ്. യൂണിറ്റ് 5 ബുദ്ധിസം ആൻഡ് കമ്പാഷനേറ്റ് സർവീസ് 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ ആണ് റെലവൻസ്. അടുത്തത് ബ്ലോക്ക് 3 ഗാന്ധിയൻ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ബ്ലോക്കില് ഗാന്ധിയസ് ഐഡിയൽ സൊസൈറ്റി ആൻഡ് വാല്യൂസ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് യൂണിറ്റ് 1ലാണ്. 11 ടൈംസ് വന്നിട്ടുണ്ട് ആൻഡ് ഹൈ ആണ് റിലവൻസ്. യൂണിറ്റ് 2ല് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ് റിലവൻസ്. യൂണിറ്റ് 3ല് സത്യാഗ്രഹ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ് റിലവൻസ്. യൂണിറ്റ് 4ലെ ഗാന്ധി ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റിലവൻസ്. യൂണിറ്റ് 5 ഭൂതൻ ഗ്രാംദൻ ആൻഡ് പോസ്റ്റ് ഗാന്ധിയൻ വർക്ക് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റിലവൻസ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ 4 യൂണിറ്റ് ഉണ്ട്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. അതിലെ 4 യൂണിറ്റിലെ 4 ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ റെലവൻസ് എന്താ നമുക്ക് നോക്കാം. സോ യൂണിറ്റ് 1 എടുക്കുമ്പോൾ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് 10 ടൈംസ് ആണ്. ഹൈ ആണ് റെലവൻസ്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ ട്രെൻഡ്സ് ആൻഡ് ഗ്യാപ്സ് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റെലവൻസ്. യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ പോളിസി ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് 11 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ ആണ് റെലവൻസ് വരുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ കരിയർ ആൻഡ് പ്രാക്ടീസ് സെറ്റിംഗ്സ് ആണ്. 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം ആണ് റെലവൻസ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറയുന്ന എങ്ങനെയാണ് ഇതിന്റെ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഹൈ മീഡിയം ലോ അപ്പൊ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സോ ഏതിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ 10 തവണയോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈ റെലവൻസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ 5 to 9 അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മീഡിയം എന്നും ലെസ് ദൻ 5 ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏതാണ്? ഇപ്പൊ നമുക്ക് എക്സ് ആക്സിസിൽ ഓരോ ബ്ലോക്കും വൈ ആക്സിസിൽ ആ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോട്ടൽ ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 3യിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ്? ബ്ലോക്ക് 4 ആണ് അല്ലെ. ബ്ലോക്ക് 4ൽ നിന്നാണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം ബ്ലോക്ക് 2 ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് 1. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് പാസ്റ്റ് ഇയറിലെ ടേം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ കൺക്ലൂഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹീറ്റ് മാപ്പ് ആണ്. ബ്ലോക്സിന്റെ യൂണിറ്റ് ഫ്രീക്വൻസി ആണ്. താഴെ നമുക്ക് യൂണിറ്റുകൾ ഉണ്ട്. അതായത് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ ബ്ലോക്കുകളാണ്. ആൻഡ് ഇപ്പുറത്ത് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇപ്പം ഓരോ ബ്ലോക്കിലും ഏത് യൂണിറ്റിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കണ്ടില്ലേ, ആ ഒരു 13 നമ്പറൊക്കെ ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പം അത് കുറച്ചുകൂടെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വന്നിട്ടുള്ളതാണ്. അതായത് ആ ഒരു ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ലൈക്ക് ആ ഫ്രീക്വൻസി ആ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതിന് ഏറ്റവും കൂടുതൽ കളർ യെല്ലോ കളറാണ്. പിന്നെ അത് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വയലറ്റ് കളർ എത്തുമ്പോൾ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒട്ടും വരാത്തതാണ് വയലറ്റ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് 3 എടുക്കുമ്പോൾ അതിലെ ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 4ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 15 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ ബ്ലോക്ക് 4 എടുത്താൽ ബ്ലോക്ക് 4ൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് 4 ആണ്. പിന്നെ ബ്ലോക്ക് 2 എടുത്താൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് യൂണിറ്റ് 2 ആണ്. 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1ൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് 1 ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഹീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ yield ടോപ്പിക്സ് നമുക്ക് നോക്കാം. സോ പെൻഡിങ് PYQ കൗണ്ട്സ് വൺസ് corpus is loaded. I will list the 3 most frequent topics with 1 line rational each. Example, persistence recurrence across multiple sessions, strong link to core theories.
സോ നമുക്ക് ജസ്റ്റ് നമ്മുടെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്താൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ലൈക്ക് നമുക്ക് ഈ പറയുന്ന MSW ടേം എക്സാമിനേഷന്റെ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ. സോ അത് വെച്ച് നമുക്കൊരു എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ കാണും, ദെൻ ഷോർട്ട് ആൻസർ കാണും, അതേപോലെ ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കാണും, കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ളത് കാണും, ദെൻ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് വെരി ഷോർട്ട് ഐറ്റംസ്. ഓക്കെ. സോ എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് ആൻസർ ആണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തിയറീസും ഇന്ത്യൻ പെർസ്പെക്ടീവ്സും കാര്യങ്ങളും എല്ലാം. പിന്നെ ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ഫോക്കസ്ഡ്, എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്തത് കൊണ്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ദെൻ കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുക. ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വളരെ ക്രിസ്പ് ആയിട്ട്, നമ്മൾ ആവശ്യമില്ലാത്തത് ഒന്നും ഈ പറയുന്ന ഷോർട്ട് നോട്ട് ആണ് ഓൾറെഡി, അപ്പം ആ നോട്ട് എഴുതുമ്പോൾ ലൈക്ക് അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക, ഡെഫിനേഷൻസ്, ബ്രീഫ് ഡിഫറൻഷിയേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കേസ് സ്റ്റഡീസ് പറയുമ്പോൾ ജസ്റ്റ് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മളുടെ തിയറി പഠിച്ചതിൽ നിന്നും ആ ഒരു ഇതിൽ നിന്നും നമുക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കാം. ഓക്കെ. ആൻഡ് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ എസ്സേ ലോങ് ആൻസർ യൂഷ്വലി 10 to 20 മാർക്ക്, ലൈക് ബിറ്റ്വീൻ 400 to 600 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻസ് വേണം, ആൻഡ് ഓൾസോ സൈറ്റേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഷോർട്ട് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ ബിറ്റ്വീൻ ഒരു 6 to 10 മാർക്സ് ആണ്. ദെൻ 250 to 350 വേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡെഫിനിഷൻസ്, ആർഗ്യുമെന്റ്സ്, സബ് ഹെഡിങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ കമ്മിങ് ടു ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസിൽ ഇൻ ബിറ്റ്വീൻ 3 to 5 മാർക്ക് ആണ്, മോസ്റ്റ്ലി 5 മാർക്ക് ആയിരിക്കും. 120 to 180 വേർഡ്സ് ആണ്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കാം. ദെൻ കേസ് സ്റ്റഡി അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് 10 to 15 മാർക്ക് ഇൻ ബിറ്റ്വീൻ ആണ്. 250 to 400 വേർഡ്സ് പ്ലസ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. ഓക്കെ, അങ്ങനെയുള്ളതും കൂടെ, കുറെ ഫാക്ടുകൾ, തിയറീസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയാം. എസ്സേ ലോങ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, നമുക്ക് എന്താ പറയാ, ലൈക്ക് തിയറി, പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ടിപ്പിക്കലി ഒരു 10 to 20 മാർക്ക് ആയിരിക്കും ഇതിൽ വേണ്ടത്. നമുക്ക് ആർഗ്യുമെന്റ്സ്, ക്രിട്ടിക്കൽ അപ്രൈസൽ, കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. വളരെ ഡെപ്ത് ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള ഡെഫിനിഷൻസും സബ് ഹെഡിങ്സും, അതേപോലെ ബ്രീഫ് ആയിട്ടുള്ള കുറെ ലിറ്ററേച്ചർ പോയിന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനൊക്കെ ആയിരിക്കും. സോ യൂഷ്വലി 6 to 10 മാർക്ക് ആണ്. നമുക്ക് ക്ലിയർ ഡെഫിനിഷൻസ് കൊടുക്കാം. 2 to 3 വെൽ ഡെവലപ്ഡ് പോയിന്റ്സ് കാണണം. റെലവെന്റ് എക്സാമ്പിൾസ്, ഇപ്പൊ റെലവെന്റ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ വലിച്ചു വാരി ഒത്തിരി ഒന്നും എഴുതണ്ട, പക്ഷെ ലിമിറ്റഡ് ആയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എഴുതാൻ വേണ്ടി നോക്കാം. പിന്നെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡെഫിനിഷനാ ചോദിക്കുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ കാര്യത്തിന് ഡെഫിനിഷൻ ചോദിച്ചാൽ അതിന് ഡെഫിനിഷൻ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനായിട്ടുള്ള പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ 2 to 3 ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ കൊടുക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക, ഒരു കൺക്ലൂഡിങ് ടേക്ക് അവേ. ജസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് പാരഗ്രാഫിൽ കൺക്ലൂഷൻ അങ്ങനെയൊന്നും അല്ല, നല്ല പ്രോപ്പർ ഒരു കൺക്ലൂഷൻസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കുക. ബിറ്റ്വീൻ 3 to 5 മാർക്ക് ആയിരിക്കും. 150 വേർഡ്സിന്റെ ഉള്ളിൽ എഴുതിയാൽ മതിയാകും. പിന്നെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന തിയറീസ് പഠിച്ചതിനെ അവർ പ്രാക്ടിക്കലി നമ്മളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം ഒരു 10 to 15 മാർക്കൊക്കെ ആയിരിക്കും. വളരെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള സ്ട്രക്ചർ യൂസ് ചെയ്യുക, ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ട് അതിന് സൊല്യൂഷൻ കൊണ്ടുവരേണ്ട കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് മാർക്കിന്റെ. ഇപ്പൊ ബ്ലോക്ക് 1 എടുത്താൽ ടോട്ടൽ 22% ആണ് വന്നിട്ടുള്ളത്. അപ്പം ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ ആ ഒരു ടേമിലും ലൈക്ക് ഓരോ സൈക്കിളും എത്രത്തോളം പെർസെന്റേജ് ആണ് വന്നിട്ടുള്ളത്, മാർക്ക് എത്രത്തോളം ആണ് വന്നിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ ഷെയർ ആണ് ഏറ്റവും ലാസ്റ്റ് കോളത്തിലുള്ളത്. 22 ആണ് ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ളത്.
അടുത്തത് ബ്ലോക്ക് 2 എടുത്താൽ റിലീജിയസ് ഐഡിയോളജീസ് ആൻഡ് സോഷ്യൽ വർക്ക് എടുത്താൽ 23.6 ആണുള്ളത്. അടുത്തത് ബ്ലോക്ക് 3ന്റെ ഗാന്ധിയൻ പെർസ്പെക്ടീവ്സ് ആൻഡ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ 29.6ഉം ബ്ലോക്ക് 4ലെ പ്രൊഫഷണലൈസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യയിൽ 24.8 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് 29.6 ബ്ലോക്ക് 3യിൽ നിന്നുമാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ഒരു വിഷ്വൽ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ സോറി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന അതിന്റെ ഒരു ബ്ലോക്ക് തിരിച്ചിട്ടുള്ള കോളംസ് ആൻഡ് റോസ് തിരിച്ചിട്ടുള്ള ഒരു ലൈക്ക് അനാലിസിസ് ആണ്. ബ്ലോക്ക് 1 ആണ് എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും കുറവ് മാർക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ നിൽക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 3 ആണ്. അത് കഴിഞ്ഞിട്ട് മാർക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മളുടെ ബ്ലോക്ക് 4 ആണ്. പിന്നെ ബ്ലോക്ക് 2 ലാസ്റ്റ് ആണ് ബ്ലോക്ക് 1 വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ പറയുന്ന എസ്സേ, ഷോർട്ട് ആൻസർ, ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കേസ് സ്റ്റഡീസ് ഒക്കെ. അപ്പം അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് നോക്കിയാൽ നമുക്കൊരു സ്റ്റഡി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചില കേസസ് ഡിക്ലൈൻ ചെയ്ത് പോകുന്നുണ്ട്, ചിലത് ലൈക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്സേ ഒക്കെ ജൂൺ 2023 ഹൈയിലാണ് നിന്നിരുന്നെങ്കിൽ ജൂൺ 2025 വന്നപ്പോൾ കുറച്ച് ഡിക്ലൈൻ സംഭവിച്ചു. അതേപോലെ ഷോർട്ട് ആൻസർ കൂടുകയാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് നോട്ട്സും ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ആയി പോയി. ദെൻ കേസ് സ്റ്റഡി ഒന്ന് ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പാറ്റേൺ വിഷ്വലൈസേഷൻ ആണ് ഷോർട്ട് ആൻസേഴ്സ്, കേസ് സ്റ്റഡീസ്, ഷോർട്ട് നോട്ട്സിന്റെ ആ ഒരു പാറ്റേൺ ഹൈലൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന 100 മാർക്കിന്റെ പേപ്പർ 3 മണിക്കൂർ എഴുതാൻ വേണ്ടി പറ്റുന്നത്, ആ ഒരു പ്രിപ്പറേഷൻ ടിപ്പാണ്. സോ എക്സാമ്പിൾ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ എസ്സേസ് 27 to 30%, അതേപോലെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് 27 to 30%, ഷോർട്ട് നോട്ട് 70 to 20, കേസ് സ്റ്റഡി 15 to 90. അപ്പം മൊത്തത്തിൽ നമുക്കൊരു 50 to 55 മിനിറ്റ് നമുക്ക് 2 എസ്സേക്ക് വേണ്ടിയിട്ട്, 2 ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാം. ആ ഒരു മാർക്കിന്റെ അനാലിസിസ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൈം ആണ്. പിന്നെ ഒരു 50 തൊട്ട് 55 മിനിറ്റ് അഗെയിൻ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ്, ഓക്കെ 3 to 4 ഐറ്റംസ് ആണ് എഴുതേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റ് ഒക്കെ മാറ്റി വെക്കാം. അതേപോലെ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടും ഒരു 35 മിനിറ്റ്, അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു 3 മണിക്കൂർ. ലാസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതിയ ഉത്തരം കറക്റ്റ് ആണോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നിങ്ങൾ ഓടിപ്പോയി എഴുതാണ്ട് ജസ്റ്റ് ഇത് ഫസ്റ്റ് ചെക്ക് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ ഉത്തരം അറിയാം, ഏതൊക്കെയാണ് ആദ്യം എഴുതേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ടോപ്പ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബൈ ബ്ലോഗ്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ്. സോ ഡിസ്കസ് ഇവല്യൂഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 9 ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ ഗാന്ധിയൻ കോൺസെപ്റ്റ് ഓഫ് സർവോദയ, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ അതിനുള്ള റെലവൻസ്, അത് വന്നിട്ടുള്ളത് 8 തവണയാണ്. ദെൻ സോഷ്യൽ വെൽഫെയർ, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിലേക്ക് ഹിന്ദുയിസം, ബുദ്ധിസം എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്തിട്ടുള്ളത്, അത് 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ NAPSWന്റെ റോള് സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലുള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യുക 7 ടൈംസ് വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ഗാന്ധിയൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ സോഷ്യൽ വർക്ക് 7 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. 6th വൺ അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് വാല്യൂ 6 ടൈംസ് വന്നിട്ടുണ്ട്. 7th വൺ വാട്ട് ആർ ദ കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് 6 ടൈംസ് വന്നിട്ടുണ്ട്. 8ാമത്തത് ഡിസ്കസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. 9th വൺ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ റീഫോം ആൻഡ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് 5 ടൈംസ് വന്നിട്ടുണ്ട്. അടുത്തത് ഡിസ്ക്രൈബ് ഗാന്ധിസ് വ്യൂസ് ഓൺ ട്രസ്റ്റിഷിപ്പ് ആൻഡ് ദെയർ സോഷ്യൽ റെലവൻസ് 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഏത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് പറയാം. ആൻഡ് ഓൾസോ എത്ര മാർക്കിലാണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. എവല്യൂഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മാർക്ക് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, 15 മാർക്കാണ് ആവറേജ്. സർവോദയ ആൻഡ് സോഷ്യൽ വർക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 5 8 അപ്പിയറൻസ് ആൻഡ് 10 ആവറേജ് മാർക്ക്. ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം കോൺട്രിബ്യൂഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 8 അപ്പിയറൻസ് ആൻഡ് 10 ആവറേജ് മാർക്ക്. റോൾ ഓഫ് NAPSWI ബ്ലോക്ക് 4 യൂണിറ്റ് 8 7 അപ്പിയറൻസ് 10 ആണ് വന്നിട്ടുള്ളത് മാർക്ക്.
ഗാന്ധിയൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ബ്ലോക്ക് 3 യൂണിറ്റ് 6 7 അപ്പിയറൻസ് 10 ആണ് ആവറേജ് മാർക്ക്. ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 6 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 10 ആണ് ആവറേജ് മാർക്ക്. കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയർ ചെയ്തിട്ടുള്ളത് 6 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 7 5 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 10 ആണ് ആവറേജ് മാർക്ക്. സോഷ്യൽ റീഫോം ആൻഡ് സോഷ്യൽ വർക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 5 ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. അടുത്ത നമ്മുടെ ട്രസ്റ്റിഷിപ്പ് ആൻഡ് റെലവൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് 3 യൂണിറ്റ് 6 നിന്നാണ്, അപ്പിയർ ചെയ്തിട്ടുള്ളത് 5 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക 5 മിനിറ്റ്, എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് ഒരു 12 to 15 മിനിറ്റ്സിൽ എഴുതാൻ വേണ്ടി നോക്കാം. ആൻഡ് അവസാനം ജസ്റ്റ് ഒന്ന് എന്താ ചെക്ക് ചെയ്യാം 3 മിനിറ്റിൽ എല്ലാം എഴുതിയത് കറക്റ്റ് ആണോ എന്നുള്ളത്. ദെൻ നമുക്ക് ക്ലസ്റ്റർ ബേസ്ഡ് സ്റ്റഡി ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം കൂടെ ഒന്ന് സിമിലർ ആയിട്ട് വരുന്നതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ലൈക്ക് സർവോദയ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ട്രസ്റ്റിഷിപ്പ് പോലുള്ളതിനെയൊക്കെ നമുക്കൊന്ന് ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കാം. അതേപോലെ നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, നല്ല പ്രോപ്പർ ആയിട്ട് എല്ലാം എഴുതാൻ വേണ്ടി നോക്കുക. പ്രോപ്പർ ഡെഫിനിഷൻസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിന്റെ സെയിം ജസ്റ്റ് ഒരു ലൈക്ക് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, എത്ര തവണയാണ് വന്നിട്ടുള്ളത്, അപ്പൊ ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ, ലൈക്ക് അങ്ങനെ നമുക്ക് ആ ഒരു സർക്കിളിൽ ഓരോ ഒരു പൈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ്. ഇനിയിപ്പോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന്റെ കാറ്റഗറി ഏതാണെന്നാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 evolution of social work in India, probability 85, category high. Block 1 unit 2 core values and principles 70% ആണ് probability high ആണ് category. Block 2 unit 3 religious influences Hinduism Buddhism 65% ആണ് probability, category medium ആണ്. അടുത്തത് block 2 unit 4 Islamic and Christian contributions 45 ആണ് probability, medium ആണ് category. അടുത്തത് block 3 unit 5 Gandhian Sarvodaya concept 90 ആണ് പ്രോബിലിറ്റി, ഹൈ ആണ് കാറ്റഗറി. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 6 കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ട്രസ്റ്റിഷിപ്പ് 80% ആണ് പ്രോബിലിറ്റി വരുന്നത്, കാറ്റഗറി ഹൈ ആണ്. ബ്ലോക്ക് 4 നോക്കിയാൽ യൂണിറ്റ് 7 പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ്, അതൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. 60% ആണ് പ്രോബിലിറ്റി, കാറ്റഗറി മീഡിയം ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 8 പ്രൊഫഷണൽ അസോസിയേഷൻസ്, ഓക്കെ, നമ്മുടെ NAPSWI നമുക്ക് പ്രോബിലിറ്റി വരുന്നത് 75% ആണ്, കാറ്റഗറി ഹൈ ആണ്. ഇനിയിപ്പോ നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന ലൈക്ക് ഇതിനെ നമുക്ക് റിക്കറിംഗ് ആയിട്ട് എടുത്തു ചോദിച്ചാൽ, ഇത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ ലൈക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താൽ ലാസ്റ്റ് 6 പേപ്പറിലും 5 എണ്ണത്തിൽ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സെക്കൻഡ് വൺ എടുത്താലും കൺസിസ്റ്റന്റ് ആയിട്ട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോങ് ഫോർമാറ്റിലും ഷോർട്ട് ഫോർമാറ്റിലും ഇത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദുയിസം ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഒത്തിരി തവണ വന്നിട്ടുള്ളതാണ്. ഇസ്ലാമിക് ആൻഡ് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡറേറ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ ഗാർഡിയൻ സർവോദയ കോൺസെപ്റ്റ് ലൈക്ക് ഓരോ ഓൾട്ടർനേറ്റ് സെഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, 2021 തൊട്ട് ചോദിച്ചു വരുന്നതാണ്. പിന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കേസ് ബേസ്ഡ് ആയിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആയിട്ട് മീഡിയം ആയിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ ഹൈലി പ്രാക്ടിക്കലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, ഇതിന്റെ ഒരു ലൈക്ക് എങ്ങനെ നമുക്ക് ഒരു പ്രയോറിറ്റി അനുസരിച്ച് പഠിക്കാം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ മോർ ദാൻ 70% ഒരു പ്രോബിലിറ്റി ഉള്ളതാണ്. എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക്, സർവോദയ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, NAPSW, കോർ വാല്യൂസ്. സോ എന്ത് ചെയ്യുക, നമുക്കൊരു 10 മാർക്ക് നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് എങ്ങനെ പഠിക്കാം, നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, നമുക്ക് ഡെഫിനേഷൻസ് ഒക്കെ വളരെ ലൗഡ് ആയിട്ട് നമുക്ക് റിഹേഴ്സ് ചെയ്യാം. ഓക്കെ, അതേപോലെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് 1, 2, 3 തവണയൊക്കെ എഴുതി പഠിക്കുകയും വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ മീഡിയം പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിലീജിയസ് ഇൻഫ്ലുവൻസസ്, ഇസ്ലാമിക് ആൻഡ് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മളൊരു കുട്ടീനെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ടീച്ചറാണ്.
അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഓക്കെ എനിത്തിങ്. അപ്പൊ അത് അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് എഗെയിൻ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി യൂസ് ചെയ്യാം. വളരെ റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്, അതായത് ലെസ് ദാൻ 40% ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ലോ ടോപ്പിക് ആന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്. ജസ്റ്റ് ആ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലും വെക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം പറയുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് MSW ടേം ആൻഡ് എക്സാമിനേഷൻ December 2025. 3 മണിക്കൂറാണ് എക്സാം. മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യനും 600 വേർഡിനുള്ളിൽ എഴുതാം. ഓക്കെ, സോ എ ഓർ ബി ഓപ്ഷൻസ് ഉണ്ട്. 20 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ എ, ട്രേസ് ദ എവല്യൂഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഫ്രം ഇൻഡിജീനിയസ് ട്രഡീഷൻസ് ടു ദ പോസ്റ്റ് ലിബറലൈസേഷൻ എറ, എക്സ്പ്ലെയിനിങ് കീ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്ക്, പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ എവല്യൂഷൻ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ എക്സാമ്പിൾസും അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെത്തേഡ്സ്, ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ബി, critically examine how major social reform movements and faith-based organizations shaped the emergence of professional social work in India. Illustrate with 2 practice arenas. Okay, അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ഓർ ബി ഓപ്ഷൻസ് ആണ്. എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എഴുതാം. അടുത്ത 20 മാർക്കിന് outline Gandhi's 19-point constructive program and explain any 4 points with their relevance to contemporary social work interventions. അല്ലെങ്കിൽ ഓപ്ഷൻ ബി, map the landscape of professional bodies and associations in India, discuss the aims, governance, features and field level influence of one national association with suggestions to strengthen professional standards. Okay, അത് ഒരു രണ്ടിനും 20 മാർക്ക് വെച്ചിട്ടാണ്. ഇനി ആൻസർ എനി 2 about 300 വേർഡ്സ് ആണ്. അപ്പൊ 10 മാർക്കിന് 10 into 20 മാർക്ക് കിട്ടും. 4 ഓപ്ഷൻസ് ഉണ്ട്, 2 എണ്ണം ചൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പബ്ലിക് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇലസ്ട്രേറ്റ് ഹൗ സോഷ്യൽ വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട് അറ്റ് അജണ്ട സെറ്റിംഗ്, ഫോർമുലേഷൻ ആൻഡ് ഇവാലുവേഷൻ സ്റ്റേജസ്. ബി, compare the social work relevant ideals in Hinduism and Buddhism, showing points of convergence and divergence for practice ethics. Okay, option C എന്ന് പറയുമ്പോൾ examine the growth of social work education in India after independence, highlighting curricular milestones and current challenges. Option D, assess the contribution of NGOs to social welfare services and capacity building in India, noting opportunities and limitations. Okay, ആ 4 ഏതെങ്കിലും 2 എഴുതാം. അടുത്തെന്ന് പറയുമ്പോൾ 4ാമത്തെ ഇതാണ് കാറ്റഗറി ആണ്. അതൊരു 5 into 4 20 മാർക്കിനാണ്. 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യണം. 5 ആണ് മാർക്ക് വരുന്നത്. ഓക്കെ, സോ കീ ഫീച്ചേഴ്സ് ഓഫ് ഗാന്ധിയൻ സോഷ്യൽ വർക്ക് ആസ് എ പ്രാക്ടീസ് എത്യോസ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ, ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹ എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തെന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് ഐഡിയൽസ് ഇൻഹെറന്റ് ഇൻ ഇസ്ലാം വിത്ത് 2 സർവീസ് ഇലസ്ട്രേഷൻസ് ആണ്. ഓപ്ഷൻ ഡി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് വിത്ത് that professionalized social work in India. Option A is 2 significant peasant or environmental movements and their social policy impact. Option F, social work settings in India, types and core functions. Okay, അടുത്തത് 8 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എത്ര എണ്ണം ചൂസ് ചെയ്യണം? 5 എണ്ണം. ഓക്കെ, 4 മാർക്കിനായിരിക്കും. ട്രസ്റ്റിഷിപ്പ്, സോഷ്യൽ ആക്ഷൻ, അഡ്വക്കസി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇൻഡിജീനിയസ് ലിറ്ററേച്ചർ ഇൻ സോഷ്യൽ വർക്ക്, ഭൂദാൻ ആൻഡ് ഗ്രാംദാൻ, ഐഡിയ ആൻഡ് ക്രിട്ടിക്, ചൈൽഡ് വെൽഫെയർ ഇനിഷ്യേറ്റീവ്സ്, റീസെന്റ് പ്രയോറിറ്റീസ്, ദെൻ ജെയിൻ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ വാല്യൂസ്, റൂറൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് സിൻസ് ദ 1990s. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരു 8 എണ്ണം തന്നിട്ടുണ്ട്. ഷോർട്ട് നോട്ട് ആണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക. ദെൻ നമുക്കറിയാം 4 മാർക്കിനെയുള്ള അതനുസരിച്ച് എഴുതിയാൽ മതിയാവും. 100 വേർഡ്സ്. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയാ കാറ്റഗറി. ഓക്കെ, 5th കാറ്റഗറി 4 മാർക്കിന് 5 എണ്ണം എഴുതാന്നുള്ളത്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മോക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണ്, എക്സാം ചിലപ്പോൾ എഴുതാൻ പോലും പ്ലാൻ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അതോടെ എക്സാം എഴുതുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം പഠിക്കുക. ഈ ഒരു PYQ മാത്രം നിങ്ങൾ പഠിക്കുക. അതായത് ഇതിൽ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏത് ബ്ലോക്ക് ആണ്, യൂണിറ്റ് ആണ്. ജസ്റ്റ് ഗോ ത്രൂ all the slides and
എന്താ പറയാ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു അറ്റൻഡ് ചെയ്തില്ല അല്ലെ, പക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലെ, പാസ്സാങ്കിലും നിങ്ങൾ ആവും. അപ്പൊ ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു PYQ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ജസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരുടെ കാര്യമാണ്. അല്ലാത്ത പക്ഷെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ അത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.